ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ ജില്ലയിലെ പിതാപുരം പട്ടണത്തിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് കുക്കുടേശ്വര ക്ഷേത്രം. ശൈവ, ശാക്തിക, ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ ഈ ക്ഷേത്രം പ്രമുഖമാണ്. ശക്തിമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന 18 മഹാശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ അധിപൻ ഭഗവാൻ കുക്കുടേശ്വര ഭഗവാനാണ്. പരമശിവന്റെ രൂപമായ ഒരു കോഴിയും അദ്ദേഹത്തിന്റെ പത്നി രാജരാജേശ്വരി ദേവിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും അഭ്യർത്ഥനപ്രകാരം അസുരനായ ഗയാസുരനെ കൊല്ലാൻ പരമശിവൻ കോഴിയുടെ രൂപമെടുത്തു. ത്രിമൂർത്തികൾ ഗയാസുരന് നൽകിയ വരം അനുസരിച്ച് ഭഗവാൻ ശിവൻ ഗയാസുരന്റെ മരണശേഷം കോഴിയിൽ നിന്ന് ശിവലിംഗമായി രൂപാന്തരപ്പെട്ടു. പീഠപുരത്തെ കുക്കുടേശ്വര സ്വാമി ക്ഷേത്രം എന്ന പേരിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി ജില്ലയിലെ പിതാപുരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ശിവ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയും 2 അടിയോളം ഉയരമുള്ള വെള്ള മാർബിളിൽ നിർമ്മിച്ച സ്വയംഭൂ ശിവലിംഗവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ഈ ക്ഷേത്രം അഷ്ടദാസ ശക്തിപീഠങ്ങൾ, 12 തീർത്ഥാടക സംഘം എന്നിവയിലും ക്ഷേത്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവിക ജീവികൾക്കും ദേവതകൾക്കും സമർപ്പിച്ചിരിക്കുന്ന വിവിധ ആരാധനാലയങ്ങളുണ്ട്. ഉദാഹരണത്തിന് അന്നപൂർണേശ്വരി, അയ്യപ്പസ്വാമി, ശ്രീരാമൻ, ശ്രീ വിശ്വേശ്വരൻ. പിഠാപുരം ദ്വാദശ പുണ്യക്ഷേത്രം കണക്കാക്കിയിരുന്ന പുരുഹൂതികാദേവി നിൽക്കുന്ന നിലയിലാണ്. ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം ധ്വജസ്തംഭത്തിന് സമീപം ഗയാസുരന്റെ വലിയ അളവിലുള്ള പാദമുദ്രകൾ കാണാൻ കഴിയും. ഭഗവാൻ ബ്രഹ്മാവും ശ്രീ വിഷ്ണുവും മഹേശ്വരനും ഗയാസുരനെ വധിക്കുകയും ഗയാസുരന്റെ കാലുകൾ പിഠാപുരത്തെത്തുകയും ചെയ്തതിനാലാണ് ഈ സ്ഥലം പാതകയ എന്ന് അറിയപ്പെടുന്നത്. ഗയാസുരന്റെ കാലുകൾ വിശ്രമിച്ച സ്ഥലം ഒരു കുളമായിരുന്നു. ആ കുളം പാതകയ എന്നറിയപ്പെടുന്നു. ഈ സ്ഥലം സന്ദർശിച്ചാൽ നമുക്ക് പിതൃമുക്തികരം, സർവപാപഹാരം, സർവഭീഷ്ട സിദ്ധിപ്രദം, സർവദുഃഖഹാരം എന്നിവ ലഭിക്കും. ഇവിടെ ശിവൻ സ്വയംഭൂ ലിംഗത്തിന്റെ ലിംഗരൂപത്തിലാണ്. ലിംഗത്തിന് കോഴിയുടേതിനോട് സാമ്യമുണ്ട്. അതിനാൽ ശിവനെ ശ്രീ കുക്കുടേശ്വര സ്വാമി എന്ന് വിളിക്കുന്നു. ഇവിടെ ദത്താത്രേയ ഭഗവാൻ അവരുടെ രൂപങ്ങൾ ഉള്ളതിനാൽ ഇവിടെ സ്വയംഭൂവായി ശിവഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ഗയാസുരന്റെ ശിരസ് ബീഹാറിലെത്തി. മംഗള ഗൗരി ദേവി എന്ന ശക്തിപീഠത്തിൽ ഒന്നാണ് സിരോഗായ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിരോഗയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗയാസുരന്റെ അരക്കെട്ട് ഒഡീസയിലെ ജാജിപൂരിലെത്തി. അതിനാൽ നാഭികയിൽ ബ്രഹ്മാവിന്റെ ക്ഷേത്രത്തിലും ഗിരിജാദേവിയുടെ ശക്തിപീഠത്തിലും ഇത് നാഭികയ എന്നറിയപ്പെടുന്നു. മേൽപ്പറഞ്ഞ 3 ക്ഷേത്രങ്ങൾ ത്രിമൂർത്തി സ്വരൂപങ്ങളുടെ ത്രികയ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലങ്ങളിൽ ദേവി ശക്തിയുടെ രൂപത്തിലാണ് ഉള്ളത്. ശ്രീപാദ ശ്രീ വല്ലഭൻ ദത്താത്രേയ സ്വാമിയായി ജനിച്ചത് ഇവിടെയാണ്. അതിനാൽ ഇത് ദത്താത്രേയന്റെ പ്രധാന അവതാര ക്ഷേത്രമായി മാറി. വാരണാസി, കേദാരം, കുംഭകോണം, പീഠപുരം എന്നിവയാണ് മോക്ഷം നൽകുന്ന 4 സ്ഥലങ്ങൾ എന്ന് മഹാകവി ശ്രീനാഥ ഭീമേശ്വര പുരാണത്തിൽ എഴുതിയിട്ടുണ്ട്. ത്രികയ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ സ്ഥലം പാതകയ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇവിടെ പിണ്ഡപ്രദാനം ചെയ്യുന്നതിലൂടെ മോക്ഷം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഇവിടെ അവസാനമായി നടത്തുന്ന അവകാശങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അവകാശങ്ങൾക്ക് തുല്യമാണ്. ദ്വാപരയുഗത്തിൽ വ്യാസമുനി, പാണ്ഡവർ, കുന്തി എന്നിവർ ഈ പുണ്യക്ഷേത്രം സന്ദർശിച്ചതായി സ്കന്ദപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ട്. ത്രേതായുഗത്തിൽ രാമൻ സന്ദർശിച്ചു. കൃതയുഗത്തിൽ വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രനും ഇവിടെ സന്ദർശിച്ചതായി പറയപ്പെടുന്നു. പീഠാപുരം നേരത്തെ അറിയപ്പെട്ടിരുന്നത് പീഠികപുരം എന്നാണ്. അഷ്ടാദശ ശക്തിപീഠങ്ങളിൽ 10ാമത്തെ ശക്തിപീഠമാണിത്. ഇവിടെ വെച്ച് സതീദേവി അപമാനിതയായി യാഗത്തിനു സമീപം തന്റെ ജീവിതം ഉപേക്ഷിച്ചു. ദക്ഷയജ്ഞം നശിപ്പിച്ച ശേഷം ശിവൻ സതീദേവിയുടെ മൃതശരീരം ചുമലിലേറ്റി ലോകത്തിൽ അലഞ്ഞുതിരിയുകയായിരുന്നു. ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരത്തെ 51 ഭാഗങ്ങളായി വിഭജിച്ചു. സതീദേവിയുടെ ഇരിപ്പിടം ഇതിൽ വീണതിനാൽ ഈ സ്ഥലത്തെ പിഠാപുരം എന്ന് വിളിക്കുന്നു. ഇന്ദ്രൻ ഇവിടെ സതീദേവിക്ക് പൂജകൾ അർപ്പിച്ചു. അതിനാൽ ദേവിയെ ശ്രീ പുരുഹൂതിക ദേവി എന്ന് വിളിക്കുന്നു. ശ്രീ പുരുഹൂതികയുടെ താഴത്തെ ഇടതുകൈയിൽ സ്വർണ്ണകലശവും വലതുകൈയിൽ മതിഫലഫലവും, ഇടതുകൈയിൽ താലവും വലതുകൈയിൽ ലോഹദണ്ഡുമുണ്ട്. ദേവിയുടെ ശ്രീചക്രപീഠത്തിൽ പ്രതിഷ്ഠിക്കുകയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും ഭക്തർക്ക് ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. ഭീമകാണ്ഡ ശ്ലോകത്തിൽ ശ്രീനാഥ കവിസർവപൗർണയിൽ അങ്ങനെ പറയുന്നു. അത്രി മഹർഷിയുടെയും വിശുദ്ധ സ്ത്രീയായ അനസൂയയുടെയും ശ്രീ വാസുദേവത സരസ്വതി രചിച്ച ഗുരുചരിതത്തിന്റെ 5ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നതുപോലെ പാതകയ ക്ഷേത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഈല നദിയുടെ ഡെൽറ്റ സമതലത്തിൽ. പിഠാപുരം ക്ഷേത്രത്തിൽ സുമതിയും അപ്പലരാജും ശർമ്മ ശ്രോത്രിയ ബ്രാഹ്മണ ദമ്പതികൾ താമസിച്ചിരുന്നു. അവർ വൈദിക കർമ്മങ്ങൾ വിശുദ്ധിയോടെ അനുഷ്ഠിച്ചു. ശ്രീ രാജസിംഹ ശർമ്മ ദേവന്മാരെയും പൂർവികരെയും ബ്രാഹ്മണരെയും തൃപ്തിപ്പെടുത്താൻ യാഗങ്ങൾ ചെയ്തു. സുമതിയും തന്റെ ഭർത്താവിനെ എല്ലാ കാര്യങ്ങളിലും പിന്തുടർന്നു. പൂർവജന്മകർമ്മത്താൽ യഥാർത്ഥ അർപ്പണബോധമുള്ള ഭാര്യയായി ഭർത്താവിന്റെ സേവനം ചെയ്തു. അവർക്ക് കുട്ടികളില്ല. അവർക്ക് കർമ്മമായി ജനിച്ച 2 ആൺമക്കൾ അന്ധരും ബധിരരും ഊമകളുമായിരുന്നു. അതിനാൽ അവർക്ക് സങ്കടം തോന്നി. അവർ പാതകയ ക്ഷേത്രത്തിലെ ദത്താദേവിയെ ഭക്തിയോടെ എപ്പോഴും ആരാധിച്ചിരുന്നു. ഒരു ദിവസം അച്ഛന്റെ വാർഷിക ചടങ്ങ് വന്നു. ആ ചടങ്ങിനുള്ളതെല്ലാം സുമതി ഒരുക്കുകയായിരുന്നു. അവരെ പരീക്ഷിക്കാൻ ദത്താത്രേയൻ ഭിക്ഷയ്ക്കായി ഒരു മുനിയുടെ വേഷത്തിൽ വന്നു. ആ സമയത്ത് രാജസിംഹ ശർമ്മ വീട്ടിലില്ലായിരുന്നു. ചടങ്ങിനെക്കുറിച്ച് ചിന്തിക്കാതെ സുമതി മഹർഷിക്ക് ഭിക്ഷ കൊടുത്തു.
അതിൽ സന്തുഷ്ടനായ ദത്താത്രേയൻ സുമതിയോട് എന്തെങ്കിലും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സുമതി തന്റെ മകനായി ജനിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവർ തന്റെ യഥാർത്ഥ ഭക്തരായതിനാൽ അവൻ ആ അനുഗ്രഹം നൽകി. പിന്നീട് രാജസിംഹ ശർമ്മ വന്നു ഈ വാർത്ത അറിഞ്ഞ് സന്തോഷിച്ചു. ഭിക്ഷ കൊടുക്കുന്നത് തെറ്റില്ലെന്നും അത് തന്റെ പിതാക്കന്മാരെ തൃപ്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കരുതി. തുടർന്ന് അവർ ചടങ്ങുകൾ പൂർത്തിയാക്കി. അതിനാൽ സുമതി, രാജസിംഹ ശർമ്മ ദമ്പതികൾക്ക് അവരുടെ മകനായി ശ്രീപാദ ശ്രീവല്ലഭനായി ദത്താത്രേയ ജനിച്ചു. അദ്ദേഹം ബാല്യത്തിൽ സന്യാസം സ്വീകരിച്ചു. അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം സഹോദരന്മാരുടെ ശാരീരിക വൈകല്യങ്ങൾ നീക്കം ചെയ്തു. അദ്ദേഹം ഭക്തർക്ക് ജ്ഞാനയോഗം കാണിച്ചുകൊടുത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി. തന്റെ ശക്തിയാൽ അവൻ വിഡ്ഢികളെ ജ്ഞാനികളാക്കി, ദരിദ്രരെ സമ്പന്നരാക്കി, കുട്ടികളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിച്ചു, കർമ്മം ചെയ്തു, അവർക്ക് കുട്ടികളെ നൽകി, സാധാരണക്കാരെ യജമാനന്മാരാക്കി. ശ്രീപാദ ശ്രീ വല്ലഭൻ ജനിച്ചത് പാതകയ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയും വൈകിട്ട് 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയും ക്ഷേത്രം തുറന്നിരിക്കും. എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേക പൂജകൾ നടത്തിയിരുന്നു. എല്ലാ ചിത്ര നക്ഷത്ര ദിനത്തിലും പാതുകങ്ങൾക്ക് പ്രത്യേക പൂജകളും റൈത്ത പല്ലക്കി സേവയും നടത്തിയിരുന്നു. ഗുരുപൗർണമി, ദത്താത്രേയ ജയന്തി, ശനി ത്രയോദശി, പ്രദോഷ പൂജ എന്നിവയാണ് ഇവിടെ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷങ്ങൾ. ഭാദ്രപാദ ശുദ്ധ ചതുർത്ഥി മുതൽ 7 ദിവസത്തെ ശ്രീപാദ ശ്രീ വിലയേറിയ ജയന്തി ഉത്സവം ഭക്തർ നടത്തുന്നു. സാമൽകോട്ടയിൽ നിന്ന് 12 കിലോമീറ്ററും കാക്കിനാടയിൽ നിന്ന് 20 കിലോമീറ്ററും രാജമുണ്ട്രിയിൽ നിന്ന് 62 കിലോമീറ്ററും അകലെയാണ് പീതപുരം. കാക്കിനട, രാജമുണ്ട്രി, വിശാഖപട്ടണം, വിജയവാഡ എന്നിവിടങ്ങളിൽ നിന്ന് സ്ഥിരമായി ബസ്സുകൾ ലഭ്യമാണ്. പീതപുരം, സാമൽകോട്ട, കാക്കിനട എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. രാജമുണ്ട്രിയിലും വിശാഖപട്ടണത്തിലുമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങൾ. ന്യൂഡൽഹി, മുംബൈ, മറ്റ് പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് ആഭ്യന്തര വിമാനങ്ങൾ ലഭ്യമാണ്.